ഹലോ ഗൈസ്, ഞാൻ ഇപ്പം എനിക്ക് അറിയാതെ കാരണം ശരീരം കൂടി കുറേ കണ്ണീര് പോയിട്ടുണ്ട്. വേറൊന്നുമില്ല, ഇയാളാണ് കാരണം. ഇയാളൊക്കെ കാരണം കൊണ്ടാണ് ഗൈസ്. ഞാനിപ്പം എനിക്ക് അറിയണേ ഉള്ളി അരിഞ്ഞിട്ട് കറിയാണ് ഗൈസ്. ഗൈസ്, ഞാൻ ഈ ഉള്ളി മാത്രമല്ല കഴിക്കണം എന്ന് വിചാരിച്ചത് വേറൊരു ഐറ്റം കൂടി കാണിച്ചത് ഗൈസ്. ചിക്കൻ വെച്ചിട്ടൊരു സംഭവം ഉണ്ട്. ചിക്കൻ വെച്ച് വന്നപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കുറേ ഒന്ന് ആലോചിച്ച് ഉണ്ടാക്കാനുള്ള നേരം വൈകി ഗൈസ്. ഇപ്പോൾ സമയം എത്രയും ഒരു 12 മണി ആവാനുണ്ടാവും. ഉണ്ടാക്കാൻ കുറേ ഒന്ന് ആലോചിച്ചിട്ട് പിന്നെ വിചാരിച്ചു നമുക്ക് വിളിച്ചു ഗൈസ്. അപ്പോൾ എന്താണൊക്കെ ഞാൻ കാണിച്ചത്. അതിന് മുന്നേ ഞാൻ ഇതിലെന്തൊക്കെ ചേർത്തെന്ന് കാണിച്ചു തരാം. ചിക്കൻ ആദ്യം കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മുളകും പൊടി, പിന്നെ നമ്മൾ തൈര് രണ്ട് കൈ തൈര് ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കേണ്ട ഐറ്റമാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. അപ്പോൾ ഇതെത്ര പോലെ ഞാൻ ചേർക്കുമ്പോൾ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കും. നന്നായി കുഴച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു വേറെ ഐറ്റം ചേർക്കണം. ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ ഇവരെ കഴിച്ചിട്ടില്ല, നിങ്ങളും കഴിച്ചു. ഈ റെസിപ്പി കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ ഗൈസ്. അപ്പോൾ നന്നായി കുഴച്ചെടുക്കണം. ഇനി ഒന്നും കൂടി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്നും കൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ചിക്കൻ എടുക്കുക. എന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, തൈര്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ട വേറെ ഒരു ചെറുനാരങ്ങ. അപ്പം നമുക്ക് നമ്മൾ ചെറുനാരങ്ങ ഇതേപോലെ രണ്ടാക്കി കീറെടുത്തിട്ട് തന്നെ ഒരു പൊളി ചെറുനാരങ്ങ എടുത്തിട്ട് നമ്മളതിൻ്റെ കുരു കളഞ്ഞെടുത്ത് നാഴി പിഴിഞ്ഞ് അതിൻ്റെ ജീവൻ പോണ വരെ പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ അതിൽ ഒഴിച്ചിട്ട് കുഴച്ച് വെക്കണം. പിന്നെ നമുക്കൊരു 3 സവാള എടുത്തിട്ട് കുനുകുനായി അരിഞ്ഞെടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിങ്ങനെ മൊരിച്ചെടുക്കണം ഗൈസ്. മൊരിച്ചെടുക്കണം ചെയ്യേണ്ടത്, കരിയിക്കല്ല. പിന്നെ നമുക്ക് കുറച്ച് മറ്റേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം. മൈക്കുള്ള ക്യാപ്സിക്കും ക്യാരറ്റാണ് ഗൈസ്. ആ 2 സാധനം വെച്ചിട്ട് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക ഗൈസ്. അപ്പോൾ അത് നമ്മൾ ഉള്ളി ഇതാ മൊരിച്ചെടുത്തിട്ടുണ്ട്. മൊരിച്ചെടുക്കണം ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ ഫ്രൈ പാൻ വെച്ച് ജീരകം, ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ, പട്ട, പിന്നെ ഒരു ലീഫ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് എണ്ണയിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ചട്ടി പ്രൈഫാൻ വെച്ചിട്ട് അത് കൊള്ളൂല എന്നുണ്ടപ്പം ഞാൻ ഈ ചട്ടി കയറ്റി വെച്ചിട്ട് നമ്മൾ ഉള്ളി വറുത്ത് ഒരു ചട്ടി തന്നെ വെച്ചിട്ട് അതിൽ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടിയ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ബദാം അല്ലെങ്കിൽ കാഷ്നട്ട് എന്തെങ്കിലും ഒന്നും വേണം കേട്ടോ ഗൈസ്. അപ്പോൾ ബദാമാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് നേരം വെള്ളത്തിയിട്ട് കുതിർത്തി വെച്ചിട്ട് ശേഷം ഇപ്പോൾ തൊലി കളഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിരുന്ന ഉള്ളിയും നമ്മളെ അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ ബദാം കുറച്ച് തൈരും ചേർത്തിട്ട് നന്നായി ഇതേപോലെ പേസ്റ്റ് ആക്കി എടുക്കണം ഗൈസ്. അതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ചിരുന്ന ചിക്കനേക്ക് കൊട്ടിക്കൊടുക്കുക. കുറച്ച് ആ ജാറ് നമുക്ക് വീട്ടിലെല്ലാവരും ചെയ്യണ പണിയാണ്, ജാറ് കഴുകി വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നന്നായി തിളച്ച് വരുമ്പോഴേക്കും കുരുമുളക് പൊടി, മുളകും പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി ഫൈനായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ പിന്നെ മണ്ടയ്ക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കുക. പിന്നെ മല്ലിച്ചപ്പും നമ്മൾ ഹൈദരാബാദി ചിക്കൻ മസാല